ഇപ്പൊ മുതൽ ഒരു യുഗം മുൻപ് കറക്റ്റ് ത്രേതായുഗത്തിൽ പപ്രുവാഹനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ തന്റെ ജീവിതത്തിൽ കരുത്ത പാവുള്ള ദിവസം വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. വേട്ടയാടാനായി പോയ അന്ന് വളരെ അത്ഭുതകരമായ ഒരു മാൻ അവന്റെ കണ്ണിൽപ്പെട്ടു. ഭംഗിയുള്ള ആ മാനിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പപ്രുവാഹനൻ ആ മാനിനെ പിന്തുടർന്ന് ആ കാടിനുള്ളിലേക്ക് പോകുന്നു. ശരിയായ സമയം നോക്കി ഒരു മരത്തിന്റെ ചില്ലയ്ക്ക് പുറകിൽ മറഞ്ഞ് ശ്വാസം വലിച്ചു പിടിച്ച് വില്ലിൽ അമ്പ് വെച്ച് ലക്ഷ്യം നോക്കി മാനിനെ നോക്കി അമ്പെയ്തു പപ്രുവാഹനൻ. ചീറിപ്പാഞ്ഞുപോയ ആ അമ്പ് മാനിന്റെ ദേഹത്തിലേക്ക് തുഴഞ്ഞു കയറി അതിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. എന്നാൽ ഇപ്പം മരിക്കേണ്ട ആ മാൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. രാജാവ് പപ്രുവാഹന് ഇത് വളരെ അത്ഭുതം തോന്നി. ഇപ്പൊ മരിച്ചിരിക്കേണ്ട മാൻ എന്തുകൊണ്ട് ജീവനോടെ ഓടുന്നുവെന്ന് ചിന്തിക്കാൻ തുടങ്ങി. രാജാവ് എങ്ങനെയെങ്കിലും ആ മാനെ പിടിക്കാനായി വീണ്ടും അതിനെ പിന്തുടർന്നോടുന്നു. ഇത്തവണ അവനെറിഞ്ഞ അമ്പ് മാനിന്റെ പിൻഭാഗത്ത് കൊണ്ടു. രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. എന്നാൽ മാൻ പഴയതിനെക്കാട്ടിലും വേഗത്തിലോടി. രാജാവിനും തോറ്റുകൊടുക്കാൻ മനസ്സിലായിരുന്നു. രക്തപ്പാടുകൾ നോക്കി മാനിനെ പിന്തുടർന്ന് വളരെ വേഗത്തിൽ രാജാവ് ഓടാൻ തുടങ്ങി. കാടിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ രക്തത്തുള്ളികളെ കാണാനില്ല. വളരെ അതിശയം, ആ മാനിനെയും കാണാനില്ല. രാജാവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും കൂടെ ഉണ്ടായിരുന്ന ഭടന്മാർ ആരുമില്ല. ഓടി വന്ന വേഗത്തിൽ രാജാവ് തന്റെ ഭടന്മാരെ എവിടെയോ നഷ്ടപ്പെടുത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ നിലാവുമില്ല. ആ രാത്രി കാടിനുള്ളിൽ കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടി. ഇരുട്ടും ഏകാന്തതയും രാജാവിന്റെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കിയതും പുറകിൽ നിന്ന് ഭയം വേണ്ട രാജാവേ എന്നൊരു സ്വരം. രാജാവിന്റെ മനസ്സിൽ ഇപ്പോൾ സന്തോഷം, ഭാഗ്യം. താൻ നഷ്ടപ്പെടുത്തിയ ഭടന്മാരിൽ ആരോ ഒരാൾ വന്നു എന്ന് തിരിഞ്ഞു നോക്കിയതും വളരെ ഘോരമായ രൂപത്തിൽ ആ കാട്ടിൽ ഒരു പ്രേതാത്മാവ് നിൽക്കുകയായിരുന്നു. അയ്യോ! കഥയ്ക്ക് ഇടയ്ക്ക് കയറിയ ഗരുഡനും വിഷ്ണു ഭഗവാനെ നോക്കി, ഭഗവാനെ അതിനുശേഷം രാജാവിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇത്രയും സമയം ഈ ഒരു കഥ പറഞ്ഞുകൊണ്ടിരുന്ന വിഷ്ണു ഭഗവാനും കഥ പറയാൻ തുടങ്ങി. തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രേതാത്മാവിനെ പപ്രുവാഹൻ കാണുന്നു. അതിനുശേഷം രാജാവിന് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ കഥ മുഴുവനായും കേൾക്കുകരുട എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. നിങ്ങളും ഈ വീഡിയോ അവസാനം വരെയും കാണുക. ഗരുഡ പുരാണത്തിൽ പറയുന്ന ഒരു ആത്മാവിന്റെ കഥയെക്കുറിച്ച് മനസ്സിലാക്കാം. ഗരുഡ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രേതാത്മാവിനെ രാജാവ് തന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. അതിന്റെ ക്രൂരമായ രൂപം കണ്ട് പപ്രുവാഹന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി. എങ്കിലും ധൈര്യം പതുക്കെ കൊണ്ടുവന്ന്, ഇത്ര ഭയങ്കരമായ രൂപത്തോടുകൂടി നിൽക്കുന്നല്ലോ, നീ ആരാണ്? നീ മനുഷ്യനാണോ എന്ന് പപ്രുവാഹനൻ ചോദിക്കുന്നു. വെറും എല്ലും ഞരമ്പും ചതയും ഒന്നുമില്ലാതെ ശരീരമറ്റൊരു ജീവൻ രാജാവിനെ നോക്കി. രാജാവേ, ഞാൻ മരിച്ച് പല കാലങ്ങളായി ഈ ശ്മശാന കാടിനുള്ളിൽ പ്രേതാത്മാവായി ചുറ്റിത്തിരിയുകയാണ്. വൈദേശപട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. ആ നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഞാൻ വിവാഹം കഴിച്ചു. എന്റെ മുഴുവൻ പേര് ദേവൻ. എന്റെ ജീവിതത്തിന്റെ പകുതിയിൽ കൂടുതൽ സമയവും ദൈവത്തിന് സേവനം ചെയ്തു വന്നു. വയസ്സിൽ കൂടിയവരെ ബഹുമാനിച്ചു, ഇല്ലാത്തവർക്ക് ഞാൻ സഹായം ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ശാരീരിക സുഖത്തിന് മയങ്ങി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ദ്രോഹം ചെയ്തു. എനിക്ക് യാതൊരു അവകാശികളുമില്ല. എൻ്റെ കാലം അവസാനിച്ചപ്പോൾ, എൻ്റെ ജീവൻ പിരിഞ്ഞപ്പോൾ കാലന്റെ കയറുകൾ എന്നെ അടിമയാക്കിയില്ല. ഞാൻ ചെയ്ത പാപം കാരണം എന്നെ ഒരു പ്രേതജന്മമാക്കി. എനിക്ക് അവകാശികളും ബന്ധുക്കളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മരിച്ചതിനു ശേഷം ചെയ്യേണ്ട ചടങ്ങുകളൊന്നും തന്നെ എനിക്ക് ചെയ്തില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് നരകത്തിലും പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രേതജന്മം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി പല കാലങ്ങളായി രാജാവേ. ഈ വായു ശരീരമായി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ എനിക്ക് മോചനം നൽകണം. മരിച്ചവർക്ക് ആവശ്യമായ സഞ്ചയനം, ചടങ്ങുകൾ, ഇങ്ങനെ എല്ലാ ചടങ്ങുകളും മരിച്ചവരുടെ അവകാശികൾ ചെയ്യണം. എന്നെപ്പോലെ അവകാശികൾ ഇല്ലാത്തവർ പ്രേതജന്മങ്ങളാകും. ഇങ്ങനെ ആത്മാവ് പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, വില കൂടിയ ഒരു രത്നക്കല്ലും രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് തനിക്ക് ആവശ്യമായ ചടങ്ങുകളെല്ലാം ചെയ്തിട്ട് ഈ ലോകത്തിൽ നിന്നും തന്നെ മോചിപ്പിക്കാനായി അപേക്ഷിച്ചു. താൻ കണ്ട കാഴ്ചയിലും മരിച്ച ആത്മാവിന്റെ വളരെ പരിതാപകരമായ അവസ്ഥയിലും ദുഃഖിച്ച രാജാവ് കൊട്ടാരത്തിലേക്ക് പോയതും ആ പ്രേതജന്മത്തിനാവശ്യമായ ചടങ്ങുകൾ ചെയ്ത് അതിനുള്ള മോചനം നേടിക്കൊടുത്തു. ഇങ്ങനെ ജീവനുകൾ പ്രേതജന്മമെടുക്കാൻ പല കാരണങ്ങളുണ്ട് ഗരുഡ. മക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നിട്ടും മരിച്ച ജീവന് ശരിയായ ചടങ്ങുകൾ ചെയ്തില്ലെങ്കിൽ മരിച്ചതിനു ശേഷം ആ ജീവൻ യമലോകത്തിൽ പോകാതെ പ്രേതജന്മമായി മാറും. ആ ജീവൻ പ്രേതജന്മമായി മാറിയാൽ അത് ആ പ്രേതജന്മത്തിന്റെ കുടുംബത്തിനായിരിക്കും ഏറ്റവും വലിയ ആപത്ത്. ഒരു കുടുംബത്തിൽ ഒരു ജീവൻ മരിച്ച് പ്രേതാത്മാവായി മാറുമ്പോൾ ആ കുടുംബത്തിന്റെ, ആ വീടിന്റെ മുൻപിൽ തന്നെയായിരിക്കും ഉണ്ടാവുക.
ആ വീട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കും. മരിച്ച് ദൈവമായവർക്ക് ചടങ്ങുകൾ ചെയ്യുന്ന ദിവസം വീടിനുള്ളിലേക്ക് വരുന്ന ദൈവങ്ങളെ ഈ പ്രേതജന്മം കതകിനടുത്ത് നിന്ന് തടയും. ദൈവങ്ങളെ അകത്തേക്ക് വരാൻ അനുവദിക്കില്ല. ആ ദൈവങ്ങൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും ഇവയായിരിക്കും ഭക്ഷിക്കുക. വീടിനുള്ളിലെ വസ്തുക്കളോ സ്വത്തുക്കളോ ആ കുടുംബത്തിലുള്ളവരെ അനുഭവിക്കാൻ അനുവദിക്കില്ല. മറ്റുള്ളവരെയും അനുഭവിക്കാൻ അനുവദിക്കില്ല. എല്ലാം പാഴായി പോകും. തൻ്റെ മക്കൾക്ക് പോലും കുഞ്ഞുങ്ങൾ ജനിക്കാൻ അനുവദിക്കാതെ ആ വംശത്തെ തന്നെ നശിപ്പിക്കും. വീട്ടിലുള്ളവർക്ക് പല രോഗങ്ങൾ ആ പ്രേതജന്മം കൊടുക്കും. എല്ലാവരും പുറത്തേക്ക് തുപ്പുന്ന തുപ്പൽ പോലും ആ പ്രേതജന്മം ഭക്ഷണമായി എടുക്കും. എന്നാൽ ഗരുഡ, ഇത്രയും പ്രേതജന്മങ്ങൾ ചില പ്രത്യേക മനുഷ്യരുടെ അടുത്തേക്ക് പോവുകയില്ല. അതായത് ധർമ്മദാനങ്ങൾ ചെയ്യുന്നവർ, ദൈവത്തെ ദിനംതോറും പ്രാർത്ഥിക്കുന്നവർ, പിതൃക്കൾക്ക് ശരിയായ സമയത്ത് സ്ഥിതി കൊടുക്കുന്നവർ, ചടങ്ങുകൾ ചെയ്യുന്നവർ, പുണ്യസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവർ, ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഈ പ്രേതജന്മങ്ങൾ തലവെച്ചു പോലും കിടക്കില്ല. കൂടാതെ ഞാനീ പറയുന്ന അടയാളങ്ങൾ ഉപയോഗിച്ച് പ്രേതജന്മത്തിന്റെ ആഘാതം ഒരു മനുഷ്യന് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുടുംബത്തിൽ ആൺകുഞ്ഞുങ്ങൾ ജനിക്കില്ല. വരിവരിയായി പെൺകുഞ്ഞുങ്ങൾ മാത്രം ജനിക്കും. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും മരിച്ചു പോകും. ആരെ കണ്ടാലും ദേഷ്യം വരും. അയൽവാസികളുമായി ഒത്തൊരുമയിൽ പോകാൻ സാധിക്കില്ല. പശുക്കൾ വീടിനുള്ളിൽ തന്നെ വരില്ല. ജീവന് തുല്യം സ്നേഹിക്കുന്ന സുഹൃത്തുക്കളായാൽ പോലും വിരോധികളാകാൻ തുടങ്ങും. വിതയ്ക്കുന്ന നെൽമണികൾ വാടിപ്പോകും. ദൈവവൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോകും. മുഖത്തിന്റെ രൂപം തന്നെ മാറും. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം മോഷണം പോകും. ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ ജീവിതം നരകമായി മാറും. ഇതെല്ലാം പ്രേതജന്മമായി മാറിയ ജീവൻ കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. ഈ പ്രേതജന്മമായി മാറിയ ജീവൻ ഘോരമായ രൂപത്തോടുകൂടി വാളുപോലുള്ള പല്ലുകളുമായി തൻ്റെ കുടുംബത്തിൻ്റെ കൺമുൻപിൽ കാണപ്പെടുകയും അയ്യോ എന്നെ രക്ഷിക്കുവാൻ ആരുമില്ലേ, വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ പ്രേതജന്മത്തിൽ നിന്നും ഇപ്പോഴും ഞാൻ മാറിയില്ലല്ലോ എന്ന് തൻ്റെ അവസ്ഥ പറയും. അപ്പോൾ തന്നെ ആവശ്യമായ ചടങ്ങുകൾ ചെയ്താൽ ആ പ്രേത ദുഃഖത്തിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൂടാതെ ജീവിക്കുന്ന കാലത്ത് ഈ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുന്ന ജീവനുകൾ പ്രേതജന്മമാകില്ല. ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരുടെ വസ്തുക്കൾ, ഭാര്യയെ അപഹരിക്കുന്നത്, മരിച്ച ഒരു വീട്ടിൽ ശവം കിടക്കുന്ന സമയത്ത് തന്നെ ആ കുടുംബത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ, യാതൊരു ദുഃഖവുമില്ലാതെ മരിച്ചവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്നത്, മരിച്ചവരുടെ വസ്തുക്കൾ അവൻ വഴി വന്നവരെ അനുഭവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത്, ചതി ചെയ്യുന്നത്, അവയെല്ലാം സ്വന്തമാക്കുന്ന പാപി മരിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രേതജന്മമായി മാറി കഷ്ടപ്പെടും. ഇങ്ങനെ പാപം ചെയ്ത ജീവനുകൾ നരകത്തിൽ പോകാൻ പോലും അനുവാദമില്ലാതെ പ്രേതജന്മമായി ഈ ഭൂമിയിൽ തന്നെ അലയണം. ഇങ്ങനെ ഗരുഡന്റെ അവസാനത്തെ ചോദ്യമായി പ്രേതജന്മത്തിനും വിഷ്ണു ഭഗവാൻ മറുപടി കൊടുത്ത് അവസാനിക്കുന്നു. ഇത് വിഷ്ണു ഭഗവാനോടുള്ള ഗരുഡന്റെ അവസാന ചോദ്യമായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് പല ചോദ്യങ്ങൾ ചോദിക്കുകയും വിഷ്ണു ഭഗവാൻ ഉത്തരം നൽകുകയും ചെയ്തു. ഇതാണ് ഗരുഡ പുരാണം. ചുരുക്കി പറഞ്ഞാൽ ഗരുഡ പുരാണം എന്നത് വിഷ്ണു ഭഗവാനും ഗരുഡനും ഇടയിലുള്ള സ്വർഗം, നരകം ഇവയെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ ഗരുഡ പുരാണത്തെ സംബന്ധിക്കുന്ന മറ്റുള്ള കഥകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. വീഡിയോയ്ക്ക് ലൈക്കും തരിക. നമ്മുടെ വീഡിയോ കിട്ടുന്ന ലൈക്കും കമന്റും അനുസരിച്ച് ഗരുഡ പുരാണത്തിന്റെ മറ്റൊരു ഭാഗം നമുക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.